നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച് വീണ്ടും പങ്കാളികളെ പങ്കുവയ്ക്കുന്ന ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ പുറത്ത്. കിടപ്പറ ദൃശ്യം ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റതായി ഭാര്യയുടെ പരാതി വന്നതോടെയാണ് പോലീസ് പങ്കാളികളെ പങ്കുവയ്ക്കുന്ന ഗ്രൂപ്പുകളിലേക്കും അന്വേഷണം നീട്ടുന്നത്. കിടപ്പറ ദൃശ്യം ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റതായി ഭാര്യ പരാതി നൽകിയതോടെയാണ് പോലീസ് അന്വേഷണം വന്നത്. കൊല്ലത്തുള്ള യുവതിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കിടപ്പറ ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റെന്നും ഭർത്താവിന് പങ്കാളികളെ കൈമാറുന്ന ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്നുമാണ് ഭാര്യയുടെ പരാതിയിൽ പറയുന്നത്. കൗൺസിലിങ്ങിന് ഭർത്താവിനെ നിർബന്ധിച്ചപ്പോൾ ക്രൂരമായി ഇവരെ മർദ്ദിക്കുകയും ചെയ്തു. വിദേശത്തു നിന്ന് നാട്ടിലെത്തിയാണ് യുവതി കൊല്ലത്ത് പരാതി നൽകിയത്. കൊല്ലം ജില്ലക്കാരാണ് ദമ്പതികൾ. ഭർത്താവിനെ കാണാനെന്ന പേരിലാണ് ഭർത്താവ് ഭാര്യയുടെ കിടപ്പറ ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നീട് സൈറ്റുകൾക്ക് വിൽക്കുകയായിരുന്നു. ദൃശ്യം കണ്ട സുഹൃത്തുക്കളാണ് യുവതിയെ വിവരം അറിയിച്ചത്. ഇതോടെയാണ് യുവതി പോലീസിനെ സമീപിച്ചത്. പങ്കാളികളെ പങ്കുവയ്ക്കുന്ന ചില ഗ്രൂപ്പുകളിൽ ഭർത്താവ് അംഗമായിരുന്നു. ഭാര്യയുടെ നഗ്ന ദൃശ്യങ്ങൾ പങ്കുവയ്ക്കണമെന്ന് ഈ ഗ്രൂപ്പിൽ നിന്നും ആവശ്യമുണ്ടായെന്ന് യുവതി പറയുന്നു. ദൃശ്യങ്ങൾ പങ്കുവെച്ച് ഭർത്താവ് പണം വാങ്ങി. കുട്ടികളുടെ മുന്നിൽ വെച്ചും ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചു. കൗൺസിലിങ്ങിന് നിർബന്ധിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെയാണ് പരാതിയിലുള്ളത്. ഫോൺ സംഭാഷണം അടക്കമുള്ള തെളിവുകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. ക്രൂരമർദ്ദനമേറ്റ യുവതി നിലവിൽ ചികിത്സയിലാണ്. കൊല്ലം ജില്ലക്കാരാണ് ഈ ദമ്പതികൾ. UK-യിലായിരുന്നു ഇവരുടെ താമസം. യുവതിയുടെ പരാതിയിൽ കൊട്ടിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതിയായ ഭർത്താവ് ഒളിവിലാണ്. ഇയാളെ പിടികൂടിയാൽ പങ്കാളികളെ പങ്കുവയ്ക്കുന്ന ഗ്രൂപ്പുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് നീക്കം.